അങ്ങനെ ആ കർമ്മം ഭംഗിയായി നടന്നു. അടുക്കള കാണലും കഴിഞ്ഞ് എൻ്റെ വീട്ടുകാർ നാട്ടുകാർ മുഴുവൻ പോയി കഴിഞ്ഞ് ബുധനാഴ്ച ചന്ത കഴിഞ്ഞ പോലെ കിടന്ന വീട് മുഴുവൻ പിറ്റേന്ന് വൃത്തിയാക്കി. പാവം സരോജമ്മ കൂടെ കൂടി. ഇവിടെ ഒരു പെണ്ണ് വരുമായിരുന്നു ആഴ്ചയിൽ വീടും പറമ്പും വൃത്തിയാക്കാൻ. അവനെ പേടിച്ച് ആ കൊച്ചിപ്പോൾ വരില്ല. സരോജമ്മ പറഞ്ഞതും കയ്യിലിരുന്ന ചൂലറിയാതെ താഴെ പോയി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുഴലപ്പവും വായിലിരുന്നതറിയാതെ അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയി. കണ്ണുമിഴിച്ച് അമ്മയെ നോക്കി. കുഴലപ്പത്തിൻ്റെ കുഴലിൽ കൂടി വന്ന ശബ്ദം എന്ന് തൊണ്ടയിൽ തങ്ങി. ദൈവമേ, അങ്ങേരൊരു പീഡനവീരനായിരുന്നു. ആയിരിക്കും. 2 ദിവസം കൊണ്ട് എന്നെ കൊന്നു കൊല വിളിച്ചു. കോഷ്മലൻ കേവലം ഒരു ജോലിക്കാരിയെ പോലും വെറുതെ വിടില്ലെന്നോ? ചുണ്ടുപുളുത്തി അമ്മയെ നോക്കി. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുവാണ്. മകനൊരു പീഡനവീരനായിട്ട് കൂസൽ വല്ലതും ഉണ്ടോ? അമ്മേ, എന്നിട്ട് ആ പെണ്ണ് പരാതി കൊടുത്തില്ലേ? നിഷ്കളങ്കമായി ഞാൻ ആ ചോദ്യം ഉന്നയിച്ചു. കണ്ണിൽ നിന്നും കണ്ണുനീർ ചാടുന്നുണ്ട്. പോരാത്തതിന് അങ്ങേരുടെ തല തല്ലി പൊട്ടിക്കാൻ പറ്റിയ ആയുധവും തപ്പുന്നുണ്ട്. എന്തിന്? അമ്മ എന്നെ ഒന്ന് നോക്കി. അവരെന്തിനാ കേസ് കൊടുക്കുന്നത്? അല്ല, വരുണേട്ടൻ അവളെ പീഡിപ്പിച്ചതിന്. ഒരു പീഡനമൊക്കെ ആകുമ്പോൾ 4 ആൾ അറിയണ്ടേ? നാട്ടുനടപ്പതാണല്ലോ. മാളു, നീ എന്തൊക്കെയായി പറയുന്നത്? വരുൺ ആരെ പീഡിപ്പിച്ചെന്നാ പറയുന്നത്? അല്ല, ഇവിടെ ജോലിക്ക് നിന്ന കൊച്ചിനെ. 2 വിരലുകൾ പരസ്പരം കോർത്തുകൊണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അല്ലേലും ഞാനൊരു നിഷ്കുവാണല്ലോ. എൻ്റെ മാളു, ആ കൊച്ചിൻ്റെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് ഈ ചെറുക്കനോട് കുറച്ച് പണം ചോദിച്ചു. ഞാനാണ് അതിനെക്കൊണ്ട് ചോദിപ്പിച്ചത്. എൻ്റെ അബദ്ധം എന്നല്ലാതെ എന്ത് പറയാൻ? കണ്ണു പൊട്ടുന്ന വഴക്കാണ് അന്ന് ഇവിടെ നടന്നത്. ഞാനൊരു നിമിഷം കണ്ണു തള്ളി നിന്നു. ആ കൊച്ചിനെ ആൻറ്റിക്ക് എത്ര വയസ്സ് കാണും? അമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇതിപ്പോൾ കൊച്ചുമോളുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആർക്ക്? ശാന്തയ്ക്കോ? ബലവേഷ്. പേര് ചീത്തയാക്കില്ല. ശാന്ത അല്ലെങ്കിൽ ജാനു, അതാണല്ലോ പതിച്ചു കൊടുത്ത പട്ടം. ഞാനൊന്ന് മൂളി. അവൾക്കൊരു 10-65 വയസ്സ് വരും. ഈ ഷഷ്ടി പൂർത്തി കഴിഞ്ഞ് സപ്തതിക്ക് ദിവസം എണ്ണിക്കഴിയുന്ന ആളെയാണോ കൊച്ചെന്നും പെണ്ണെന്നും അഭിസംബോധന ചെയ്തത്? എൻ്റെ ദേവിയെ. സാധാരണ ഞാൻ ബാക്കി ചോദിക്കാൻ നിൽക്കില്ല, ആക്ഷൻ മാത്രമേ കാണൂ. ചോദിക്കാൻ തോന്നിയത് കാര്യമായി അല്ലായിരുന്നേൽ ആ മനുഷ്യൻ്റെ തല നിർമാല്യത്തിൽ കിടന്ന് ഉരുണ്ടേനെ. പാവം എൻ്റെ വരുണേട്ടൻ. അങ്ങേരെന്നെ പീഡിപ്പിക്കൂ. ഞാൻ നഖമെല്ലെ കടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. എന്നാലും എൻ്റെ മാളു, നീ എന്തോരം കടന്ന് ചിന്തിച്ചു. സരോജമ്മ ചിരി അടക്കാൻ പാടുപെടുന്നുണ്ട്. അതമ്മ, ഈ കൊച്ചെന്നും പെണ്ണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ വീണ്ടും നഖം കടിച്ചു. എന്നിട്ട് അമ്മേ, അവർക്ക് കല്യാണത്തിനൊന്നും കൊടുത്തില്ലേ? പാവുണ്ട്. എന്നാലും ഈ വരുണേട്ടൻ, അവനറിയാതെ ഞാൻ കൊടുത്തു. എൻ്റെ മോൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അങ്ങനെയെങ്കിലും കുറയട്ടെ. ക്രൂവൽ വരുണേട്ട, നിങ്ങളെ കൊണ്ട് ഞാൻ സമൂഹ വിവാഹം നടത്തിക്കും, നോക്കിക്കോ. ഞാൻ മുകളിലേക്ക് കയറാനൊരുങ്ങി. മാളുമോളൊന്ന് നിന്നേ. അമ്മയുടെ പിൻവിളി. അതിലെന്തോ സംതിങ് ഫിഷി. എന്താമ്മേ? നാളെ വീട്ടിലോട്ട് വിരുന്ന് പോകണം. അവർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊണ്ട് പോകണം. ആ ചെറുക്കനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അവൻ്റെ സ്വഭാവം അറിയാലോ. അത്രയേ ഉള്ളൂ. അത് നിലവിളിച്ച് കരഞ്ഞാണെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. അമ്മ നോക്കിക്കോ. ചാടിത്തുള്ളി മുകളിലേക്ക് ചെന്നു. ഓഫീസ് റൂമിൻ്റെ വാതിലൂടെ എത്തി നോക്കി. ഫയൽ നോക്കുന്ന കൂട്ടത്തിൽ കയ്യിലിരിക്കുന്ന പേന തിന്നുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പേനയ്ക്ക് പകരം എന്നെ തിന്നാലോ? എന്നാലും സാരമില്ല, പറയാം. വരുണേട്ടോ. പതിയെ വിളിച്ചതും തലപൊക്കി കണ്ണു മിഴിച്ച് നോക്കുന്നു. സത്യത്തിൽ ചിരി വന്നു. ശാന്തയുടെ മുഖവും വരുണേട്ടൻ്റെ പീഡനവും മനസ്സിലേക്ക് വന്നു. അതെ. മെല്ലെ അടുത്തേക്ക് നിന്ന് ഷർട്ടിൻ്റെ കോളറിൽ പതിയെ തോണ്ടി. അതെ, പറഞ്ഞു തുറക്കടി. എച്ചാതി കൊടുങ്ങല്ലൂരല്ലല്ലോ. ഞാൻ ചുറ്റും നോക്കി. ഇനി പറഞ്ഞില്ലേല് തല്ലായിരിക്കും അടുത്തത്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. എൻ്റെ ഭ്രാന്താലയത്തിൽ വീട്ടിൽ പോകുന്ന കാര്യം പറയുമ്പോൾ 2 അടി സോഷ്യൽ ഡിസ്റ്റൻസ് ഞാൻ കീപ്പ് ചെയ്തു. അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായി തുടങ്ങിയത്. കെട്ടിയൊന്നിൽ നിന്ന് മടികിട്ടാതിരിക്കാനുള്ള സൂത്രം. ഫയൽ മടക്കി ടേബിളിൽ വെച്ച് പതുക്കെ എഴുന്നേറ്റ് ഉടുത്തിരുന്ന മുണ്ടൊന്നുകൂടെ മുറുക്കെ എടുത്തു. എല്ലാം സസൂക്ഷ്മം ആയി നിരീക്ഷിച്ച അടിവരുന്ന വഴി ഓടാൻ തയ്യാറായി. എപ്പോഴാ പോണ്ടേ? വരുണേട്ടൻ നന്നായോ ഇത്ര പെട്ടെന്ന്? നേരെ ഓടി നെഞ്ചത്തേക്ക് കയറി. ഒരൊറ്റ ചാട്ടം. അപ്രതീക്ഷിതമായതുകൊണ്ട് നേരെ കസേരയും മറിഞ്ഞ് 2ഉം കൂടി താഴേക്ക്. അത് പിന്നെ സന്തോഷം കൊണ്ട് നെഞ്ചിൽ കിടന്നുകൊണ്ട് അടിക്കും മുൻപ് കവിളിലൊന്ന് മുത്തി. എഴുന്നേൽക്കടി ആദ്യം. ഓരോ ദിവസം കൊണ്ട് എൻ്റെ ഓരോ വാരിയലിൽ ഒടിച്ചു മടക്കും. പതുക്കെ പൊക്കിയെടുത്തു.
നിനക്ക് നേരെ നടക്കാൻ അറിഞ്ഞൂടെ? നടുവും തിരുമ്മി നോക്കി. വീട്ടിൽ പോകാൻ വരുണേട്ടൻ സമ്മതിക്കുമോ എന്ന് പേടിയായിരുന്നു. പിന്നെ സമ്മതിച്ചപ്പോൾ ഒരു ആവേശത്തിന് ചാടിയതാ. അതിങ്ങനെയാകുമെന്ന് ഞാൻ കരുതിയോ? വീട്ടിൽ പോകുന്നതൊക്കെ കൊള്ളാം, നാളെ തന്നെ തിരിച്ചു വരും നമ്മൾ. അതോർത്ത് വന്നാൽ മതി. പിന്നെ ഞാനൊന്ന് പുറത്തു പോയി വരാം. തിരിച്ചു വരുമ്പോൾ ഈ വീട് ഇതുപോലെ തന്നെ കാണണം കേട്ടോ. ദയവ് ചെയ്ത് തിരിച്ചു വെക്കരുത്. അത് പറഞ്ഞെൻ്റെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് മുണ്ട് മടക്കി കുത്തി പുറത്തേക്കിറങ്ങി. ഞാനെന്താ മജീഷ്യനാണോ വീട് വാർണിഷ് ചെയ്യാൻ? അല്ല പിന്നെ. മുഖം കുറിപ്പിച്ച് പിന്നാലെ ചെന്നു. വരുണേട്ട, എന്നെ കൂടെ കൊണ്ടുപോകുമോ? എൻ്റെ ചോദ്യം കേട്ടതും വരുണേട്ടൻ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇതിപ്പോൾ എന്താ ഇങ്ങനെ നോക്കുന്നത്? കണ്ടിട്ടില്ലാത്ത പോലെ. കൂടെ കൊണ്ടു പോകാവോ എന്നല്ലേ ചോദിച്ചുള്ളൂ. പെട്ടെന്നാണ് കാര്യം മനസ്സിലായത്. ഏതോ സിനിമയിൽ ഉർവശി ചേച്ചി നിൽക്കും പോലെ നെറ്റിയിലോട്ട് കിടന്ന മുടി ചൂണ്ടുവിരൽ കൊണ്ട് കറക്കിയാണ് ചോദിച്ചത്. ആ മുഖം കണ്ടത് മുകളിലോട്ടൊന്ന് നോക്കി പതുക്കെ കൈയെടുക്കാൻ നോക്കി. ഒറ്റ കറക്കത്തിൽ തന്നെ വിരൽ അവിടെ ജാമായി കഴിഞ്ഞിരുന്നു. വലിച്ചു ആ മുടി പിഴുതെടുക്കണ്ട, പതുക്കെ വന്ന് വിരൽ വേർപ്പെടുത്തി. നീ എന്ത് തൊട്ടാലും അപകടമാണല്ലോ മാളു. ഇളിച്ചു കാണിച്ചുകൊണ്ട് പുറകെ പോയി ടാറ്റയും കൊടുത്ത് വിട്ടു. നേരെ പോയത് അടുക്കളയിലേക്ക്. അത്യാവശ്യം നല്ല വലിയ പാത്രം നോക്കിയെടുത്ത് തലേന്ന് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പലഹാരങ്ങൾ നല്ല പങ്ക് പെറുക്കിയിട്ടു. ഇതാർക്കാ മോളെ? അമ്മയുടെ ചോദ്യം കേട്ടതും തിരിഞ്ഞൊന്ന് നോക്കി. ഇതൊക്കെ എവിടുന്ന് വേസ്റ്റ് ആക്കാനോ? ഞാൻ ആഹാരമൊന്നും കളയില്ല. നമുക്ക് അപ്പുറത്തെ കിച്ചുവാവയ്ക്ക് കൊടുക്കാം എൻ്റെ സരോജമ്മേ. അയ്യോ, ആ ചെറുക്കൻ കാണണ്ട. സരോജ കണ്ണു തള്ളി. എൻ്റെ സരോജം ഇങ്ങനെ കണ്ണു തള്ളിയാലേ അത് ഊർന്ന് താഴെ വീഴും. ക്യാൻഡി ഐസ് കുക്കീസാണെന്ന് വെച്ച് ആ ചെക്കൻ അത് കഴിക്കും. വരുൺ കാണില്ലേ മോളെ? വരുണേട്ടൻ പുറത്തു പോയി. അതല്ലേ അമ്മ, വാ, എനിക്കൊരു സഹായം വേണം. ഏണി പിടിക്കാനായിരിക്കും. എൻ്റെ സരോജം ഇങ്ങനെ ട്രോളല്ലേ, വരാൻ നോക്ക്. അമ്മയെ കൊണ്ട് നേരെ പുറത്തിറങ്ങി ഏണിയും പൊക്കിയെടുത്ത് മതിലിൽ ചാരി വെച്ചു. പതിയെ മുകളിലേക്ക് കയറി. താഴേക്ക് നോക്കിയപ്പോൾ തുറന്നു പിടിച്ച വായും കയ്യിലെ പാത്രവുമായി നിൽപ്പുണ്ട്. എൻ്റെ അമ്മേ, വാ അടക്ക്. അപ്പുറത്ത് ചക്കപ്പഴുത്ത് ഈച്ച വട്ടം ചുറ്റുന്നുണ്ട്, വായിൽ കയറും. ആ പാത്രം ഇങ്ങ് തന്നേ. അത് വാങ്ങി മതിലിൽ വെച്ചു. ഇന്ദു ചേച്ചി, അത് മനസ്സിലാണേ നീട്ടി വിളിച്ചത്. മാളു. പുറത്തേക്ക് വന്ന ചേച്ചിയുടെ കണ്ണ് എൻ്റെ തലയും മതിലിൽ ഇരിക്കുന്ന പാത്രത്തിലേക്കും നീണ്ടു. ഇന്നലെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്, കുഞ്ഞിന് കൊടുക്കാൻ കൊണ്ടുവന്നതാ. എവിടെ ചുന്ദരൻ? ഞാൻ ചുറ്റും നോക്കി. സ്കൂളിൽ പോയി മോളെ. ചേച്ചി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. അത് നേരാണല്ലോ, വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന നമുക്കെന്ത് സ്കൂള്. പതിയെ എത്തിക്കുത്തി താഴേക്ക് പലഹാരപ്പൊതി നീട്ടി. ചേച്ചി പേടിച്ചാരണ്ട പേടമാനെ പോലെ ചുറ്റും നോക്കി. പേടിക്കേണ്ട, വരുണേട്ടൻ ഇവിടെയില്ല. എൻ്റെ ധൈര്യത്തിൽ ചേച്ചി അത് വാങ്ങി. എൻ്റെ പൊട്ടത്തരങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏണിയുടെ താഴെ നിന്ന് അമ്മ എത്തിക്കുത്തി നോക്കുന്നുണ്ട്. മാളു, എനിക്കും ഇന്ദുവിനോട് സംസാരിക്കണം. അമ്മ ആഗ്രഹം പറഞ്ഞതും അത് സാധിച്ചു കൊടുക്കേണ്ടത് ഒരു മരുമകളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് പതുക്കെ ഒരു വശത്ത് ഒതുങ്ങിയ അമ്മയെ കൂടി വലിച്ചു മുകളിൽ കയറ്റി. അല്ലേലും മാളു വര മുതൽ ഒരുപാട് നാളുകൾക്ക് ശേഷം കോട്ടയ്ക്ക് പുറത്ത് ആളനൊക്കെ കണ്ടപ്പോൾ സരോജമ്മ മതിമറന്നു പോയി എന്നെ സ്കോർ ചെയ്ത് സംസാരം തുടങ്ങി. ഞാൻ മുകളിലെ സ്റ്റെപ്പിൽ താടിക്ക് കൈയും കുത്തിയിരുന്നു. അമ്മ സംസാരിക്കട്ടെ, അതൊക്കെയല്ലേ ഒരു മാനസിക ഉല്ലാസം. അയ്യോ, വരുണേട്ടൻ. മുറ്റത്ത് കാറ് വരുന്നത് കണ്ട് ഞാൻ അലറിക്കൂവി. ഇന്ദു ചേച്ചി അപ്പുറത്തെ കണ്ട വഴി വേറെ പഞ്ചായത്ത് പിടിച്ചതുപോലെയായിരുന്നു എൻ്റെ നിലവിളി. പറഞ്ഞുകൊണ്ട് ഏണി പുറത്തു നിന്നു ഞാൻ താഴേക്ക് ചാടി. അമ്മേ, ഇറങ്ങ്, വരുണേട്ടൻ കാണും മുൻപ്. അങ്ങോട്ട് ചെല്ലാം. താഴെ നിന്നുകൊണ്ട് ഏണിയിൽ പിടിച്ചു കൊടുത്തു. മാളൂട്ടി, എനിക്കിറങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ കാല് രണ്ടും വിറയ്ക്കുന്നു. ആ ഏണിയിൽ പിടിച്ച് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരേ നിൽപ്പ് സരോജമ്മ. അമ്മ കളിക്കല്ലേ, ഇന്നലെ കിട്ടിയ അടിയുടെ ഹാങ് ഓവർ തീർന്നില്ല. അമ്മ ഇറങ്ങാൻ നോക്കിയേ. പറ്റുന്നില്ല മാളു. എന്നാൽ അമ്മ അവിടെ സേഫായി നിൽക്ക്, ഞാൻ വരുണേട്ടനെ മുറിയിലാക്കിയിട്ട് വരാം. അല്ലേലേ ഇന്ന് രണ്ടിനെയും ഗെറ്റ് ഔട്ട് അടിക്കും. മാളു. ദയനീയമായ അമ്മയുടെ വിളി പോകാനും പറ്റുന്നില്ല. തല ചൊറിഞ്ഞുകൊണ്ട് ഒരു വഴി നോക്കി. ഐഡിയ. അമ്മേ, ഞാൻ ഏടി തള്ളി താഴെ ഇടട്ടെ, അമ്മ സേഫായി താഴെ എത്തും. നീ എന്നെ കൊല്ലുവോ മാളു? അമ്മയുടെ ദീനരോധനം ഒപ്പം അമ്മയുടെ വിറയൽ കൂടി ഏണിയും കുലുങ്ങുന്നു. നഖം കടിച്ചുകൊണ്ട് നടക്കുമ്പോഴുണ്ട്. ഞങ്ങളെ അകത്ത് കാണാത്തത് കൊണ്ട് വരുണേട്ടൻ അന്വേഷിച്ചു വരുന്നു. വന്ന വഴിയിൽ തറഞ്ഞു നിന്നു. അമ്മ, വാ തുറന്നത് പറയുന്നത് ഞാൻ കണ്ടു. അതെ. അമ്മ ചൂണ്ടുവിരൽ കൊണ്ട് മെല്ലെ ഏണിയുടെ മുകളിലേക്ക് ചൂണ്ടിയതും ആൾ ഓടി അടുത്തേക്ക് വന്നു. അമ്മ എന്തിനാ ഏണി പുറത്ത് കയറിയത്? ഇറങ്ങാൻ നോക്ക്. ഒച്ച ഉയർന്നതും ഏണിയുടെ ആട്ടം കൂടി അമ്മയും വിറയൽ കൂടിയതാണെന്ന് എനിക്ക് മനസ്സിലായി. നോക്കി നിൽക്കാതെ അമ്മ ഇറങ്ങാൻ നോക്ക്. അമ്മ സ്റ്റെക്കായി നിൽപ്പുണ്ട്. ചുണ്ടു പുലർത്തിയാണ് പറഞ്ഞത്.
ഇവളുടെ കൂടി കൂടി അമ്മയുടെ വിവരവും ഇല്ലാതായോ? നാശത്തിന് ഏതു നേരത്താണോ തലയിലെടുത്ത് വെക്കാൻ തോന്നിയത്? ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടൊരു കയ്യാൽ സരോജമ്മയെ എടുത്ത് താഴേക്കിട്ടു. മോനെ, അവളല്ല, ഞാൻ പറഞ്ഞിട്ട് അവൾ. സരോജമ്മനെ രക്ഷിക്കാൻ നോക്കി. ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ നിന്റെ മണ്ടേന്ന് വീഴില്ലായിരുന്നോടി. ഓ, ഇങ്ങേര് വന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇറങ്ങാൻ കഴിയാത്തതല്ലേ? സൂപ്പർ വുമൺ അല്ലായിരുന്നു സരോജമ്മ? പിറുപിറുത്തുകൊണ്ട് വേറെ എവിടെയോ മിഴികൾ പായിച്ചു. ഇന്നത്തെ കോട്ട കിട്ടി. പറഞ്ഞിട്ടുണ്ട് മുഖത്ത് നോക്കി കാര്യം പറയണമെന്ന്. പല്ല് കടിച്ചുകൊണ്ട് എൻ്റെ നേരെ ചേറി. കയറിപ്പോടി അകത്ത്. ആക്രോശിച്ചുകൊണ്ട് അമ്മയുടെ കൈ പിടിച്ചു വലിച്ച് അകത്തേക്ക് നടന്നു. കഷ്ടകാലത്തിന് നാശത്തെ എടുത്ത് തലയിൽ വെച്ചു എന്ന വാക്ക് ഞാൻ കേൾക്കാനായി വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്നു എന്നെ കെട്ടിക്കോ കെട്ടിക്കോ എന്ന് പറഞ്ഞ്. പ്രതികാരം ചെയ്യാൻ വന്നതല്ലേ, അനുഭവിക്കട്ടെ. ടോപ്പ് പൊക്കി മൂക്കും പിഴിഞ്ഞൊഴിച്ചുകൊണ്ട് അകത്തേക്ക് കടന്ന് അടുക്കളയിൽ പോയി ചെറിയ ഡൈനിങ് ടേബിളിൽ തലവെച്ച് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. എന്നെ വേണ്ട പോലും, ഞാൻ നാശമാണെന്ന്. കൊണ്ട് കളയട്ടെ, എന്നെ എവിടെയും കൊണ്ട് കളയട്ടെ. പദം പറഞ്ഞ് കരയാൻ തുടങ്ങിയിരുന്നു. കൊണ്ട് കളയാൻ നീന്ത പല പൊട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ ആണോ? വരുണേട്ടൻ്റെ ശബ്ദം കേട്ടതും ചുണ്ട് വിറച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു. പുറകിലൂടെ വട്ടം ചുറ്റി നെറുകയിൽ ചുണ്ടമർത്തി. മാളൂട്ടി, പെട്ടെന്ന് നിങ്ങളെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അതുകൊണ്ടല്ലേ അടിച്ചത്. ജെറ്റ് വിമാനം പോയി കഴിയുമ്പോൾ ആകാശത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന വര പോലെ എൻ്റെ കവിളിൽ പതിഞ്ഞ വരുണേട്ടൻ്റെ കൈവിരൽ പാടിൽ കൈകൊണ്ട് വരുണേട്ടൻ മെല്ലെ തഴുകി. ഒരു ദാക്ഷിണവുമില്ലാതെ ഞാൻ ആ കൈകൾ തട്ടിമാറ്റി. അടിച്ചതിലൊന്നും എനിക്ക് വേദനയില്ല. വരുണേട്ടൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്ക് മുഖമർത്തി നിയന്ത്രിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞു പോയി. മാളു, ഞാൻ അറിയാതെ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാടാ. നീ അങ്ങ് ക്ഷമിക്ക്. മുറുകെ പിടിച്ച് നെറ്റിയിൽ ചുണ്ടമർത്തി. വരുണേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. എനിക്ക് ദേഷ്യമൊന്നുമില്ല. എന്നെ അടിച്ചോ ചീത്ത വിളിച്ചോ, പക്ഷെ ഇങ്ങനെ പറയരുത്. നാശമാണ്, എന്നെ സഹിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ തോന്നുവാണെങ്കിൽ പറഞ്ഞ ആ നിമിഷം ഞാൻ ഒഴിഞ്ഞു തരാം. ശല്യമാകാൻ മാളു വരില്ല. വിതുമ്പിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. പറഞ്ഞു തീരും മുൻപേ ചുണ്ടുകൾക്ക് കുറുകെ വരുണേട്ടൻ്റെ ചൂണ്ടുവിരൽ പതിഞ്ഞു. വരുണേട്ടൻ ഇല്ല എങ്കിൽ മാളുവിനൊരു ജീവിതം കാണുമായിരിക്കും. പക്ഷേ മാളു ഇല്ല എങ്കിൽ പിന്നെ ഈ വരുണില്ല. ജീവനാഴടി എനിക്ക് നിന്നെ. അതുകൊണ്ടല്ലേ ആ തെണ്ടിക്ക് വിട്ടുകൊടുക്കാതെ ഈ നെഞ്ചിലേക്ക് ചൂട് പറ്റി ഉറങ്ങാൻ കൂടെ കൂട്ടിയത്. എൻ്റെ മുഖം കയ്യിലെടുത്ത് ഭ്രാന്തമായി ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ ഞാൻ അറിഞ്ഞു ആ ഹൃദയം വിളിക്കുന്നത് ഈ മാളുവിന് വേണ്ടിയാണെന്ന്.